ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിസീസ് ഹോം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചപ്പാത്തിയാണ്. ഒരു കപ്പ് ചോറ് കൊണ്ട് എങ്ങനെ നമുക്ക് സോഫ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഡീറ്റെയിൽസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കടന്നാലോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വേവിച്ച ചോറാണ്. അപ്പോൾ വേവ് കുറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തരി പാടില്ല. ചപ്പാത്തി കുഴയ്ക്കുന്ന പാത്രത്തിലേക്ക് ചോറ് അരച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചോറിൻ്റെ ഇരട്ടിയാണ് മാവ് എടുക്കേണ്ടത്. അതായത് ഒരു കപ്പ് ചോറിന് 2 കപ്പ് മാവ് എന്ന കണക്കിനാണ് എടുക്കുന്ന അപ്പോൾ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വെള്ളം പോരാ എങ്കിൽ മാത്രം സാധാരണ വെള്ളം ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ബോളുകളാക്കി എടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചോറ് ചേർത്തത് കൊണ്ട് ചപ്പാത്തിയുടെ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റായി കിട്ടും എന്ന് മാത്രമാണ്. അപ്പോൾ ഇതേ നമ്മൾ ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പാനിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. എണ്ണ യൂസ് ചെയ്യാത്തവർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പെട്ടെന്ന് ഹാർഡായി പോവും. നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ 2 സൈഡ് നമുക്ക് എണ്ണയൊക്കെ നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ചപ്പാത്തി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കിടിലും വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.